തൃശൂർ അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജേക്കബ് തുങ്കുഴി കാലം ചെയ്തു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. MS ലിഷോയ് ചെയ്യുന്നുണ്ട്. ലിഷോയ്, ഇപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ. 2:50 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഏറെ നാളായി വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായ 1973 മാർച്ച് 1 മാർ ജേക്കബ് തുങ്കുഴി മെത്രാൻ പദവിയിലേക്ക് എത്തിയത്. പിന്നീട് താമരശ്ശേരിയിലും തൃശ്ശൂരിലുമായി ദീർഘകാലം രൂപതകളെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ രൂപതയിലാണ് ഏറ്റവും അധികം തൃശ്ശൂർ അതിരൂപതയിലാണ് അദ്ദേഹം ഏറ്റവും അധികം നാൾ പ്രവർത്തിച്ചത്. 1997 അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ ചുമതല ഏൽക്കുകയും ചെയ്തു. പിന്നീട് തൃശ്ശൂരിന്റെ സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. 2007 മാർച്ച് 18 അദ്ദേഹം ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചത്. അതുപോലെ തന്നെ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും വളരെ സൗമ്യനായ, എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിത്വം. അതിനോടൊപ്പം തന്നെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. CBCIയുടെ ചെയർമാനായി 2 തവണ അദ്ദേഹം ഈ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പാലായിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അതുപോലെ തന്നെ അദ്ദേഹം ഈ തൃശ്ശൂരിന്റെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വലിയ പങ്കാളിത്തം വഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം തൃശ്ശൂർ പൂരത്തിനായാലും അതുപോലെ തന്നെ മറ്റ് തൃശ്ശൂരിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തികളിലായാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും തൃശ്ശൂരിലുള്ള എല്ലാ ബിഷപ്പുമാർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ നടക്കുന്ന ഒരു ഇടം കൂടി ആയതിനാൽ തന്നെ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ജീവിതരേഖ നോക്കിയാൽ ഏറ്റവും അധികം ആളുകളുമായി അടുത്ത ബന്ധമുള്ള ഒരു ഇടം കൂടിയാണ് തൃശ്ശൂർ ജില്ല. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വിളക്കുമാടത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് തൃശ്ശൂർ സെമിനാരിയിലാണ് വിശ്രമ ജീവിതം നയിച്ചിരുന്നത്. മെത്രാൻ പദവിയിൽ ഏകദേശം നൂറ്റാണ്ട് തികച്ചതിന്റെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടന്നിരുന്നു. അതിനുശേഷം പിന്നീട് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ കൂടുതൽ ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടെയാണ് നിലവിലുള്ളത്. തുടർ നടപടികളൊക്കെ തന്നെ സഭാ നേതൃത്വവുമായൊക്കെ തന്നെ ആലോചിച്ചായിരിക്കും തീരുമാനം എടുക്കുക എന്നാണ് ഇതിനുശേഷം സഭാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. സംസ്കാരം, അതുപോലെ തന്നെ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെ തന്നെ തീരുമാനം ആയി വരുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളിലൊക്കെ തന്നെ അല്പസമയത്തിനകം ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും.